So what's up guys, welcome to my channel. എൻ്റെ പേര് Kishan. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും, വാട്സ്ആപ്പ് എങ്ങനെയാണ് അവരുടെ റവന്യൂ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വാട്സ്ആപ്പ് എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും വാട്സ്ആപ്പ് ഫ്രീ ആണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനും നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, അതിനകത്തൊരു ആഡ് പോലും ഇല്ല. വാട്സ്ആപ്പ് എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഇന്ന് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഫ്രീ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഫ്രീ ആയിട്ടൊന്നും സാധനങ്ങൾ കിട്ടത്തില്ല, അതിനും ചില കോംപ്രമൈസസ് ഉണ്ട്. അപ്പോൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോലും നിങ്ങൾക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതും ഫ്രീ ആണ്. പിന്നെ അതുപോലെ അതിനകത്ത് ആഡ്സ് പോലും ഇല്ല. വാട്സപ്പിൽ 0 ആഡ്സ് ആണുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ ആഡ്സ് ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബിലുണ്ട്, പല സോഷ്യൽ മീഡിയക്കകത്തുണ്ട്. പക്ഷേ വാട്സപ്പിനകത്ത് മാത്രം ആഡ്സ് ഇല്ല. വാട്സപ്പിന്റെ എംപ്ലോയീസ് ഫ്രീനാണോ വർക്ക് ചെയ്യുന്നത്, അതോ അവർക്ക് സാലറി കിട്ടുന്നുണ്ടോ, എന്താ ഇതിന്റെ പിന്നിൽ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. വാട്സപ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2009 ഫെബ്രുവരിയിലായിരുന്നു. അന്നും വാട്സപ്പ് ഒക്കെ ഫ്രീ തന്നെയായിരുന്നു. അന്ന് സ്റ്റാർട്ടിംഗ് ഡേയ്സ് ആയിരുന്നു. പിന്നെ ഇയർലി വെച്ച് നിങ്ങൾക്ക് $1 വെച്ച് കൊടുക്കണം, എന്നാലും നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റത്ത്. പഴയ സ്കീംസും ഉണ്ടായിരുന്നു. പിന്നെ 2014 ഒക്കെ ആയപ്പോൾ ഫേസ്ബുക്ക് വാട്സപ്പിനെ മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് വാട്സപ്പ് ഫുള്ളി ചേഞ്ച് ആയത്. അപ്പോൾ ടെക്നോളജിയുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയ ഒരു സാധനമാണ് ഡേറ്റ. നമ്മുടെയൊക്കെ ഡേറ്റ. നമ്മളിപ്പോൾ യൂട്യൂബിന് ഒരു വീഡിയോ തന്നെ കാണുവാണെങ്കിൽ അതേപോലത്തെ തന്നെ വീഡിയോസ് ഇനിയും റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും യൂട്യൂബിൻ്റെ ഹോം പേജിനകത്ത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് താഴെ കിട്ടുമായിരിക്കും. ചില വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, ചിലത് വേറെ ക്രിയേറ്റേഴ്സിൻ്റെ ആയിരിക്കും. ഇതുപോലത്തെ റിലേറ്റബിൾ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് താഴെ റെക്കമെൻഡേഷനിൽ വരുന്നത്. അപ്പോൾ വാട്സപ്പിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ഓരോ മെസ്സേജസും എല്ലാം അവർക്ക് ഡേറ്റ പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ ഡേറ്റ അവർക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അത് ഫേസ്ബുക്കിന് അവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാമായിരിക്കും ഹോം പേജ്, അതിൻ്റെ താഴെയൊക്കെ പല ആഡ്സ് വരാറുണ്ട്. അതിൽ നിന്നാണ് വാട്സപ്പിനും റവന്യൂ വരുന്നത്, ഫേസ്ബുക്കിനും റവന്യൂ വരുന്നത്. ഫോണിൽ നിന്ന് നിങ്ങളൊരു ഫോൺ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ ആക്സസറീസ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. കവർ, ചാർജർ, ഇതുപോലത്തെ പല സംഭവങ്ങൾ, റിലേറ്റബിൾ ഐറ്റംസ് നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ കിട്ടും. അതൊക്കെ മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ ഈ ആഡ്സ് എല്ലാം കാരണമാണ് ഇവർക്ക് ഈ റവന്യൂ വരുന്നത്. എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ വാട്സപ്പ് ഫേസ്ബുക്കിന് നമ്മുടെ ഡേറ്റ ഒക്കെ വിൽക്കും. അപ്പോൾ ഫേസ്ബുക്ക് അതേപോലെ തന്നെ ആഡ്സ് നമ്മളെ കാണിക്കുക. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കാശ് കിട്ടും. ഇതാണ് മെയിൻ നടക്കുന്നത്. ഈ വഴിയാണ് വാട്സപ്പ് കാശ് ഉണ്ടാക്കുന്നത്. പിന്നെ സെക്കൻഡ് വഴിയുണ്ട് ഈ വാട്സപ്പ് പേ ഒക്കെ. പല രാജ്യങ്ങളിലും വാട്സപ്പ് പേ ഒന്നും ഇപ്പോൾ അധികം യൂസിലൊന്നുമില്ല. ചില രാജ്യങ്ങളുള്ള വാട്സപ്പ് പേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പേ ആണെങ്കിൽ അതിൻ്റെ ചെറിയ കമ്മീഷൻ വല്ലതും വാട്സപ്പിനും കിട്ടും. 1% കമ്മീഷൻ, 2%. അപ്പോൾ പലവരും യൂസ് ചെയ്യുമ്പോൾ അതൊരു വലിയ എമൗണ്ട് തന്നെയാവും. അവർ ഈ ഡേറ്റ വെച്ചിട്ട് നമ്മുടെ ലൈഫ് ഇനിയും ഈസിയർ ആക്കുവാണ്. അപ്പോൾ ജിയോയുടെ സർവീസസ് ഒക്കെ യൂസ് ചെയ്തതിന് വാട്സപ്പിന് അതിൽ നിന്നും കാശ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചറിലും ഇതുപോലത്തെ പല വഴികളുണ്ടായിരിക്കും വാട്സപ്പ് ഇനിയും കാശ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ജിയോ മാർട്ട് ഇതുപോലത്തെ സർവീസസ് ഒക്കെ യൂസ് ചെയ്ത് വാട്സപ്പ് ഇനിയും കാശ് ഉണ്ടാക്കുമായിരിക്കും. പല വഴികളും ഉണ്ടായിരിക്കും ഫ്യൂച്ചറിൽ. പക്ഷേ ഇപ്പോൾ 2-3 വഴികളേ ഉള്ളൂ വാട്സപ്പ് കാശുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ന്യൂസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഗൂഗിൾ ഫോട്ടോസിന്റെ ബാക്കപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കും. ഇപ്പോൾ 15 GB ആണ് ഒരു ജിമെയിൽ അക്കൗണ്ടിന്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നേരത്തെ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിരുന്നു, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോസ് സ്റ്റോർ ചെയ്യായിരുന്നു. ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ടുണ്ട്, അത് 15 GB തന്നെ ആയിരിക്കും. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ആ ഫോട്ടോസൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും സ്റ്റോറേജ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരും. ആ വഴിയും ഗൂഗിൾ കാശ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പല വഴികളും ഇവർ കാശ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മളൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഫ്രീ ആണെന്ന്, പക്ഷേ ഇതൊന്നും ഫ്രീ അല്ല. നമ്മൾ എല്ലാം കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും വാട്സപ്പ് എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്. വാട്സപ്പ് തന്നെയല്ല, പല ടെക് കമ്പനീസും ഇതുപോലെ തന്നെയാണ് കാശ് ഉണ്ടാക്കുന്നത്. പക്ഷേ വാട്സപ്പ് ഒരു ഡിഫറെൻറ്റ് വേയിലാണ് പോകുന്നത് മറ്റേ ടെക് കമ്പനീസിനെക്കാളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വല്ലതും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.